ഹായ് ഫ്രണ്ട്സ്, റോഡീസ് ഗറാജിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്നത് ജാവയാണ്. ജാവ വളരെ സിമ്പിളാണ്, പവർഫുൾ. ആ ജാവയല്ല, ഇത് വേറെ ജാവ. ജാവ ചെക്കോസ്ലോവാക്യയിൽ ജനിച്ച് ഇന്ത്യയിൽ വന്ന ജാവയാണ് നമുക്ക് പരിചയപ്പെടേണ്ടത്. ഫ്രോന്തിഷെക് യാനഷെക്, അതെ, ഈ ചങ്ങാതിയാണ് ജാവ എന്ന ബ്രാൻഡിൻ്റെ പിതാവ്. യാനാഷെക് എന്ന പേര് ചെക്കോസ്ലോവാക്യൻ ഭാഷയിൽ എഴുതുമ്പോൾ JA ആണ് ആദ്യത്തെ അക്ഷരങ്ങൾ. വാണ്ടറർ എന്ന കമ്പനിയുമായി സഹകരിച്ചായിരുന്നു അദ്ദേഹം ആദ്യ മോട്ടോർ സൈക്കിൾ പുറത്തിറക്കിയത്. വാണ്ടററിൻ്റെ WA കൂടിയായപ്പോൾ അത് 4 അക്ഷരങ്ങളായി ജാവ എന്ന പേര് വന്നു. എന്നാലും ചെക്കോസ്ലോവാക്യക്കാർ യാവ എന്നാണ് അതിനെ ഉച്ചരിക്കുന്നത്. 1929 പുറത്തിറങ്ങിയ OHV 500 എന്ന ബൈക്കായിരുന്നു ജാവ ആദ്യമായി നിർമ്മിച്ചത്. വളരെ വിശ്വസ്തമായ ഒരു ബൈക്കെന്ന് അധികം താമസിയാതെ OHV 500 പേര് നേടിയിട്ടുണ്ടായി. 499cc 4-സ്ട്രോക്ക് എഞ്ചിനും ഷാഫ്റ്റ് ഡ്രൈവുമുള്ള ഹാൻഡ് ഷിഫ്റ്റ് ഗിയറുള്ള വാഹനമായിരുന്നു OHV 500. അതിനുശേഷം ജാവ ചെറിയ മോട്ടോർ സൈക്കിളുടെ ലോകത്തേക്ക് ഇറങ്ങി. 175cc ഉള്ള ജാവ 175 ആയിരുന്നു ജാവ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ 2-സ്ട്രോക്ക് ബൈക്ക്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജാവയുടെ നിർമ്മാണശാല ഹിറ്റ്ലറിൻ്റെ നാസി സൈന്യം പിടിച്ചടക്കി. അവർക്ക് വേണ്ടി എയർക്രാഫ്റ്റുകൾ ഉൽപ്പാദിപ്പിക്കാനായിരുന്നു ജാവയുടെ വിധി. സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഇന്ത്യയിലും ജാവ വന്നെത്തുകയുണ്ടായി. ചെക്കോസ്ലോവാക്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെടുകയായിരുന്നു ജാവ മോട്ടോർ സൈക്കിളുകൾ. ഇന്ത്യയിൽ ജാവയുടെ വർദ്ധിച്ച ആവശ്യം കണക്കിലെടുത്ത് വ്യവസായ പ്രമുഖരായ ഇറാനി കുടുംബം ജാവയെ ഇന്ത്യയിലെത്തിക്കാൻ ശ്രമം തുടങ്ങി. മൈസൂരിലെ രാജാവും ആ സംരംഭത്തിന് കൂട്ടുനിന്നു. മൈസൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള സ്ഥലം ഇതിനായി വിട്ടു നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ത്യയിൽ ഐഡിയൽ ജാവ എന്ന പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. 1961 ഐഡിയൽ ജാവ പ്രവർത്തനം ആരംഭിക്കുന്നത്. ജാവയുടെ 250 ടൈപ്പ് 353 എന്ന മോഡലാണ് ഇന്ത്യയിൽ ആദ്യമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. ആദ്യമൊക്കെ CKD കിറ്റുകളായി ചെക്കോസ്ലോവാക്യയിൽ നിന്നെത്തിയ വാഹന ഭാഗങ്ങൾ അസംബിൾ ചെയ്ത് മോട്ടോർ സൈക്കിളാക്കി മാറ്റുകയായിരുന്നു. 60കളുടെ മധ്യത്തോടെ പ്രാദേശികമായി നിർമ്മിക്കപ്പെട്ട ഭാഗങ്ങളും ഉപയോഗിക്കപ്പെട്ടു തുടങ്ങി. എന്നാൽ 60കളുടെ അവസാനത്തോടുകൂടി ചെക്കോസ്ലോവാക്യയിൽ നിന്ന് ഐഡിയൽ ജാവയെ തേടി ഒരു ഇൻഡാസ് വരികയുണ്ടായി. തങ്ങളുടെ ലൈസൻസ് ഉപയോഗിച്ച് മോട്ടോർ സൈക്കിളുകൾ നിർമ്മിക്കുന്നത് നിർത്താൻ ആവശ്യപ്പെട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഐഡിയൽ ജാവയ്ക്ക് മറ്റൊരു ബ്രാൻഡ് കൂടി രൂപീകരിക്കേണ്ടതായി വന്നു. അതാണ് SD. ഇറാനിലെ യസീദ് പ്രവിശ്യയിൽ നിന്ന് വന്നവരായതുകൊണ്ട് യസീദികൾ എന്നറിയപ്പെട്ട ഇറാനി കുടുംബം അതിനെ പരിഷ്കരിച്ച് SD എന്നാക്കിയതാണെന്നാണ് അറിയാൻ സാധിച്ചത്. ജാവ 250 ടൈപ്പ് 353 ചെറിയ മാറ്റങ്ങളോടുകൂടി പരിഷ്കരിച്ചെടുത്തതാണ് SDയുടെ ആദ്യ മോഡലായ B250 അഥവാ മോഡൽ B എന്നറിയപ്പെടുന്ന മോട്ടോർ സൈക്കിൾ. 70കളുടെ അവസാനത്തോടുകൂടി ഓയിൽ പമ്പുള്ള ഓയിൽ കിങ് എന്നൊരു മോഡലും അതേ തുടർന്ന് റോഡ് കിങ് എന്നൊരു മോട്ടോർ സൈക്കിളും ഐഡിയൽ ജാവ പുറത്തിറക്കുകയുണ്ടായി. 1980കളിൽ SDയുടെ പല മോഡലുകൾ ഐഡിയൽ ജാവ പുറത്തിറക്കുകയുണ്ടായി. ക്ലാസിക്, ക്ലാസിക് 2, ഡീലക്സ്, അങ്ങനെ ഒട്ടേറെ മോഡലുകൾ. 80കളുടെ മധ്യത്തോടെ വന്നെത്തിയ ജാപ്പനീസ് ബൈക്കുകളെ നേരിടാനാണ് ഒതുങ്ങിയ രൂപമുള്ള 175 ഡീലക്സ് എന്നൊരു മോഡൽ ഇറക്കിയത്. എന്നാൽ ഇതിന് വിപണിയിൽ പിടിച്ചു നിൽക്കാനായില്ല. തുടർന്ന് ചെക്കോസ്ലോവാക്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ട്വിൻ സിലിണ്ടർ 350cc എഞ്ചിനോട് കൂടിയ SD 350 എന്നൊരു മോഡൽ ഇറക്കാനും ഐഡിയൽ ജാവ ശ്രമിച്ചു. എന്നാൽ ഇതിനും ആവശ്യക്കാർ നന്നേ കുറവായിരുന്നു. അതേ ഫ്രെയിമിൽ തന്നെ റോഡ് കിങ്ങിൻ്റെ എഞ്ചിൻ ഘടിപ്പിച്ചാണ് മൊണാർക്ക് എന്നൊരു മോഡലിനെ അവസാന കാലത്ത് കമ്പനി ഇറക്കാൻ ശ്രമിച്ചത്. എന്നാൽ അപ്പോഴേക്കും SDയുടെ കാൽച്ചോട്ടിലെ മണ്ണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. 2-സ്ട്രോക്ക് വാഹനങ്ങൾക്ക് കടുത്ത നിയന്ത്രണം വരാനുള്ള കാലമായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഐഡിയൽ ജാവയിലെ തൊഴിൽ തർക്കങ്ങൾ രൂക്ഷമായി. കമ്പനി കടക്കണിയിലായി, ബാങ്ക് ജപ്തി ചെയ്യുന്ന അവസ്ഥയിലെത്തി. 1995 അവസാനത്തോടുകൂടി ഐഡിയൽ ജാവയുടെ ഉൽപ്പാദനം ഏതാണ്ട് പൂർണ്ണമായി നിലച്ചു. തുടർന്ന് ഏതാനും വർഷങ്ങൾ കമ്പനി അനാഥമായി കിടക്കുകയുണ്ടായി. ഇന്ത്യൻ വിപണി കണ്ട ഏറ്റവും മികച്ച 2-സ്ട്രോക്ക് വാഹനങ്ങളിലൊന്നായ SDയുടെയും ജാവയുടെയും വിടവാങ്ങലായിരുന്നു അത്.
അന്ന് കാണാമറയത്തേക്ക് പോയ ജാവ ബ്രാൻഡ് ഇനി ഒരിക്കലും തിരികെ എത്തില്ലെന്നാണ് ഇന്ത്യയിലെ മോട്ടോർ സൈക്കിൾ പ്രേമികൾ കരുതിയത്. എന്നാൽ 2016 കൂടി കഥ മാറി. വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്ര, BSA, ജാവ എന്നീ ബ്രാൻഡുകളെ വിലയ്ക്ക് വാങ്ങിയുണ്ടായി. 2018 നവംബർ 15 അത് സംഭവിച്ചു. ജാവയെ ഔദ്യോഗികമായി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. അതൊരു ഗംഭീര തിരിച്ചുവരവായിരുന്നു. ആദ്യകാല ജാവയുടെ ഓർമ്മകൾ ഉണർത്തുന്ന ജാവ 42, പെറാക്ക് എന്നിങ്ങനെ 3 മോഡലുകളാണ് ക്ലാസിക് ലെജൻഡ്സ് അന്ന് ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. ജാവയുടെ ഏറ്റവും പുതിയ മോട്ടോർ സൈക്കിളുകളായ ജാവ 42, ജാവ ക്ലാസിക് എന്നീ വാഹനങ്ങളാണ് എന്നോടൊപ്പമുള്ളത്. ഒപ്പം 50 വർഷത്തിലേറെ പഴക്കമുള്ള ജാവ 250 ടൈപ്പ് 353 എന്ന ഇവരുടെ മുതുമുത്തച്ഛനുണ്ട്. ഇനി ബൈക്കുകളെ നമുക്ക് നടത്തു കാണാം. പഴയ ജാവ 250 പുനർജനിച്ചതാണോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിൽ അത്ര മനോഹരമായിട്ടാണ് ക്ലാസിക് ലെജൻഡ്സ് പുതിയ ജാവ ക്ലാസിക്കിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഉരുണ്ട ഫ്രണ്ട് ഫെൻഡറും വിൻറ്റേജ് രൂപഭാവങ്ങളുള്ള ഹെഡ്ലാമ്പ് അസംബ്ലിയും ക്രോം പ്ലേറ്റഡ് ഫ്യൂവൽ ടാങ്കും ടിയർ ഡ്രോപ്പ് ആകൃതിയിലുള്ള എൻജിൻ കവറുകളും ഇരട്ട സൈലൻസറുകളും എല്ലാം അതേപടി നിലനിർത്തിയിട്ടുണ്ട്. സിഗാർ ആകൃതിയിലുള്ള എക്സോസ് പൈപ്പുകളോട് വരുമ്പോൾ ജാവയുടെ തനതു ഭംഗി പൂർണ്ണമാകുന്നുണ്ട്. റിയർ ഫെൻഡറിൽ പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ടെയിൽ ലാമ്പുണ്ട്, എങ്കിലും അത് LED ആണ്. പുറമേയുള്ള ഭംഗിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. പുതിയ ജാവ റോഡിൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ശരിക്കും ഒരു ക്ലാസിക് ബൈക്കിൻ്റെ റൈഡിംഗ് പൊസിഷൻ തന്നെയാണ് ജാവ ക്ലാസിക്കിൻ്റേത്. സീറ്റിലെ ഫോമിന് ഒരല്പം കൂടി കനമുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ നോക്കാം. വളരെ ലളിതമാണ്. ഇൻവെർട്ടഡ് ലേഔട്ടാണ് ഇതിലുള്ളത്. സ്വിച്ച് ഗിയറുകൾ നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരല്പം പതിഞ്ഞതെങ്കിലും വളരെ ഗാംഭീര്യമുള്ള എക്സോസ്റ്റ് നോട്ടാണ് ജാവയുടെ പുതിയ എഞ്ചിൻ്റേത്. എഞ്ചിനെ പറ്റി പറഞ്ഞല്ലോ, ഇത് 293 cc 4 സ്ട്രോക്ക് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. (27 bhp ആണ് ഇതിൻ്റെ കരുത്ത്. 28 Nm ടോർക്കും ഈ എഞ്ചിനുണ്ട്. എഞ്ചിൻ നല്ല റിഫൈൻഡ് ആണ്. കാർബറേറ്ററിന് പകരം ഫ്യൂൽ ഇഞ്ചക്ഷൻ ഉപയോഗിച്ചിട്ടുള്ള ഈ എഞ്ചിനിൽ പവർ ഡെലിവറി ഏറ്റക്കുറച്ചിലുകളില്ലാതെ ലീനിയറായി തന്നെ ലഭിക്കുന്നുണ്ട്. സിക്സ് സ്പീഡ് കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ആണ് ഈ എഞ്ചിനോടൊപ്പം ജാവ ഇണക്കി ചേർത്തിട്ടുള്ളത്. ഷിഫ്റ്റുകൾ വളരെ കൃത്യമായിട്ട് വീഴുന്നുണ്ട്. ഒരു ഞെട്ടിപ്പിക്കുന്ന പെർഫോമർ അല്ലെങ്കിലും നല്ലൊരു ക്ലാസിക് ബൈക്കിൻ്റെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു ബൈക്കാണ് ജാവ ക്ലാസിക്. മോഡേൺ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഡിസൈനാണ് ജാവ 42-ൻ്റേത്. ക്ലാസിക്കിൻ്റെ ഭംഗിയോടൊപ്പം ആധുനികതയുടെ അംശങ്ങളോട് ചേർത്ത ഒരു ഡിസൈനാണ് ജാവ 42-നുള്ളത്. വിൻറ്റേജ് ഭംഗിയുള്ള ഹെഡ്ലാമ്പ് അസംബ്ലിയും ഓഫ്സെറ്റ് ഇൻസ്ട്രുമെൻറ്റ് പാനലും ആ ഭംഗി വിളിച്ചോതുന്നുണ്ട്. ക്രോം പ്ലേറ്റഡ് ഭാഗങ്ങൾ കുറവായതുകൊണ്ടാണ് ജാവ 42-ന് വില കുറവാണ്. എങ്കിലും എഞ്ചിനിലും മെക്കാനിക്കൽ ഘടകങ്ങളിലൊന്നും മാറ്റമില്ല. രണ്ടും ഒരേ പ്ലാറ്റ്ഫോം തന്നെയാണ്. ജാവ ക്ലാസിക്കിനെ അപേക്ഷിച്ച് കുറേ കൂടി ഈസി റൈഡിംഗ് പൊസിഷനാണ് ജാവ 42-നുള്ളത്. ഹാൻഡിൽ ബാറിന് വീതിയുള്ളതുകൊണ്ട് റൈഡിംഗ് വളരെ അനായാസമായിരിക്കും. നഗരത്തിരക്കുകളിലും മറ്റും ഹാൻഡിൽ ചെയ്യാൻ എളുപ്പവും ജാവ 42 ആണെന്നാണ് എൻ്റെ അഭിപ്രായം.
മുന്നിൽ സിംഗിൾ ചാനൽ ABS ഉള്ള ബൈബ്രയുടെ ഡിസ്ക് ബ്രേക്കും പിന്നിൽ ഡ്രമ്മുമാണ് നാം ടെസ്റ്റ് റൈഡ് ചെയ്ത ജാവയ്ക്കുള്ളത്. ഡ്യുവൽ ചാനൽ ഡ്യുവൽ ഡിസ്കുള്ള മോഡലും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ സാധാരണ ഉപയോഗങ്ങൾക്ക് ഈ ബ്രേക്ക് സെറ്റപ്പ് തന്നെ ധാരാളമാണെന്നാണ് എൻ്റെ അഭിപ്രായം. രാജ്യത്താകെ ഡീലർഷിപ്പുകൾ തുറക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ പ്രമുഖ നഗരങ്ങളിലും ജാവ ഡീലർഷിപ്പുകൾ തുറന്നു കഴിഞ്ഞു. ആലപ്പുഴയിലെ മോട്ടോബ്രാൻഡ്സ് ഓട്ടോമൊബൈൽസ്, കൊച്ചിയിലെ ക്ലാസിക് ജാവ എന്നിവരാണ് നമുക്ക് ടെസ്റ്റ് റൈഡിന് ആവശ്യമായ വാഹനങ്ങൾ തന്നത്. ജാവ എന്ന ബ്രാൻഡിൻ്റെ തിരിച്ചുവരവിനെ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ജാവ ഡീലർഷിപ്പുകളിൽ കാണുന്ന അത്ഭുതാവഹമായ തിരക്ക്. ഈ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പായി നമുക്ക് പഴയ ജാവ എന്ന് സ്റ്റാർട്ട് ചെയ്യാം. മധ്യ കേരളത്തിലെ പ്രമുഖ വിൻറ്റേജ് ക്ലാസിക് ക്ലബ് റയർ എഞ്ചിൻസിലെ അംഗമായ ഷിയാസിൻ്റെതാണ് ഈ വാഹനം. പഴയ ജാവയെപ്പറ്റിയും SD ബ്രാൻഡിലിറങ്ങിയ ബൈക്കുകളെ പറ്റിയും അടുത്ത എപ്പിസോഡിൽ വളരെ വിശദമായി തന്നെ പറയാം. റോഡീസ് ഗറാജിൻ്റെ ആദ്യ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ജാവ മോട്ടോർസൈക്കിളുകളെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.